ഇപ്പോൾ നമ്മൾ ഇത് ആദ്യം നാഗവതിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രോ ബാഗിൽ മണ്ണും ചാണകപ്പൊടിയും മിക്സ് ആക്കിയിട്ട് ഇടുക. നിറച്ചിട്ട് ഈ നമ്മളെ വരുന്ന മദർ പ്ലാനിൽ നിന്ന് വരുന്ന വള്ളിയുടെ ഇവിടെ വേരുണ്ടാവും. അടുത്തേക്ക് ഈ ഗ്രോ ബാഗ് വെച്ച് കൊടുക്കുക, മണ്ണടക്കും. എന്നിട്ട് ഈ സ്റ്റേ വെയറിൻ്റെ കമ്പി അതെടുത്ത് ഇങ്ങനെ കുത്തി കൊടുക്കുക. എന്നിട്ടാകുമ്പോൾ ഇത് നല്ല വൃത്തിക്ക് വേര് പിടിക്കും. എന്നിട്ട് നമ്മൾ ഒരു 3 മാസം കഴിയുമ്പോൾ ഇതൊരു 10-20 ആവും. അപ്പോൾ നമ്മൾ ഈ പുറകുന്നതാ ഇവിടെ വെച്ച് കട്ട് ചെയ്യും. എല്ലാത്തിനും കട്ട് ചെയ്ത് അതെടുത്ത് ഇങ്ങനെ താത്തി വെക്കും. അപ്പോൾ അതിന് തിരിമുളച്ച് നല്ല തൈ ഉണ്ടാവും. ഇടുക്കിയിൽ പോയിട്ട് കൊണ്ടുവന്നത് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പോയി ടൂറെല്ലാം പോയി. ഇടുക്കിയിൽ കോട്ടയത്ത് അങ്ങോട്ടൊക്കെ പോയി കട്ടപ്പനക്ക്. ഇപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നത് ഇത് തിപ്പല്ലി, ബ്രസീലിയൻ തിപ്പല്ലി. അപ്പോൾ നമ്മൾ ഇതങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെതാ ഈ നമ്മൾ ഒരു തണ്ടെടുക്കുമല്ലോ, ഈ ഗ്രാഫ്റ്റ് ചെയ്യേണ്ട സാധനം അതിൻ്റെ ഇത് വലിപ്പം, അതായത് അതിൻ്റെ തിക്നെസ് നോക്കിയിട്ട് ഇതിൽ കട്ട് ചെയ്യും. എന്നിട്ട് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇത് നെടയിലേതാ ഇതുപോലെ ഇത്ര രീതിയിൽ കയറും. അതിനുശേഷം ഈ എടുക്കുന്ന തണ്ടിൻ്റെ ഈ 2 സൈഡും ഇങ്ങനെ ചെത്തിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് കൊട്ടയിട്ട് കെട്ടും. എന്നിട്ട് അതിന് കുറച്ച് തിരി വന്നിട്ട് കുറച്ച് ഇലയിലാകുമ്പോൾ ആ പ്ലാസ്റ്റിക് അയച്ചു കളയാം, അല്ലെങ്കിൽ അത് നല്ലോണം നിർത്തും. നല്ല നീളത്തിൽ തൈനെടുക്കാം. അധികം നിൽക്കണേ. ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കിയ നാഗത്താൻ രീതിയിൽ ഉണ്ടാക്കിയ കുമ്പുകൾ കുരുമുളകിൻ്റെ തൈകൾ. ഈ പൊടി നട്ടിട്ട് ആദ്യത്തെ വർഷം തൊട്ടാണ് കായ്ക്കുന്നത്. ഞങ്ങളിവിടെ നട്ടിട്ട് 6ാമത്തെ 7ാമത്തെ മാസം തൊട്ട് തിരിയിടാൻ തുടങ്ങി. അതിൻ്റെ മണി എന്ന് പറഞ്ഞാൽ ബോൾഡായിരിക്കും, എവിടെയും ഗ്യാപ്പ് ഉണ്ടാവില്ല. വളഞ്ഞ അരിവാളിൻ്റെ ഷേപ്പിലുണ്ടാവും ചില മണിയെല്ലാം. പിന്നെ 6 റോ, അതായത് ഇങ്ങനെ 6 റോ ഉണ്ടാവും. പിന്നെ വർഷവും കായ്ക്കും. ഈ ചെടിക്ക് വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദൃഢവാട്ടത്തിന് അതിന് പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട്. അതുകൊണ്ടാണ് ഇതിന് രാഷ്ട്രപതി അവാർഡ് ലഭിച്ചത്. ഇത് നമുക്ക് പി ഷേപ്പിൽ കൃഷി ചെയ്യുക, കവുങ്ങിൽ കൃഷി ചെയ്യുക, പിന്നെ അങ്ങനെ അത്യാവശ്യം മരത്തിലെല്ലാം കൃഷി ചെയ്യുക. അധികം വെയിലും തണലും അത്യാവശ്യം പോലെ. അധികം വെയിലും ആയിക്കൂടാ, അധികം തണലും ആയിക്കൂടാ. അങ്ങനെ അതിൻ്റെ കണക്ക്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത പറഞ്ഞാൽ ഈ വരുന്ന കുറ്റിയുടെ അവസാനത്തെ ഇലയിലെടുത്ത് 2 തിരികൾ വരുന്നത്, അതായത് 2 കുരുമുളക് ഉണ്ടാവും. 2 കുരുമുളക്. ഓരോ ഇലക്ക് ഓരോ കുരുമുളകിൻ്റെ തിരിയുന്ന ഇതിൻ്റെ കണക്ക്. പിന്നെ വേനൽക്കാലത്ത് നമ്മൾ ഈ പൈപ്പിന് മുകളിലോട്ട് മുഴുവനായിട്ട് വെള്ളം അടിക്കുമ്പോൾ എപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കും. വേനൽക്കാലത്തും തിരിയിടും. നിറച്ചൊരു കുരുമുളകാണ്. മഴക്കാലത്ത് പിന്നെ വെള്ളം കൊള്ളുന്നുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ ഗ്രാഫ്റ്റിങ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഒരു കുറ്റിയാണ്. ഈ പിടിച്ചിരുന്ന കുമ്പുകളിൻ്റെ ഒരു സൈഡിലുള്ള ബ്രാഞ്ച്. ആ ബ്രാഞ്ചിനെ നമ്മൾ ആദ്യം എടുത്ത് അതിൻ്റെ അടിഭാഗം ഒന്ന് ഇത് കത്തി കൊണ്ട് ചെത്തി കളയാം. അതിനുശേഷം ഇതിൻ്റെ 2 സൈഡുകളിൽ ഈ കത്തി വെച്ച് ഇങ്ങനെ ചെറുങ്ങനെ ഒന്ന് ചെത്തി കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുക്കുന്ന ബ്രസീലിയൻ തിപ്പല്ലി, ഈ തിപ്പല്ലിയുടെ ഈ തണ്ടിൻ്റെ ഒരു മൂപ്പ് നോക്കിയിട്ട് ഇതിനെതാ നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്യുകയാണ്. ഇതിനെതാ ഈ ഒരു ഇത് വെച്ചിട്ട് ഒരു അളവ് നോക്കാം. എന്നിട്ട് ഇവിടെ ഒരു അളവ് എടുത്ത് ഇതിനെതാ ഈ സെൻറ്ററിലെ കൂടി ഇങ്ങനെ ഒന്ന് കീറുക. അതിനുശേഷം ഇതിനെ എടുത്ത് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് ഒരു കവറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ കവറിലേക്ക് ഈ കവർ ഇങ്ങനെ കീറിയെടുക്കുക. കവർ ഇങ്ങനെ കീറിയെടുത്തതിന് ശേഷം ഇവിടേക്ക് ഇങ്ങനെ വെക്കുക. ഈ കവർ ഇവിടേക്ക് ഇങ്ങനെ വെച്ച് ഇതുകൊണ്ട് ഇങ്ങനെ ഇതിനകത്തേക്ക് വെള്ളം കയറാൻ പാടില്ല. ഈ കൊട്ട കെട്ടിയതിനകത്തേക്ക് ഇപ്പോൾ വെള്ളം കയറാൻ പാടില്ല. എന്നിട്ട് ഇതിനെ നല്ല വൃത്തിക്ക് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിന് കുറച്ച് ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ ഇതിന് തിരി മുളക്കാൻ തുടങ്ങും. ഇവിടെ ആ തിരി മുളച്ച് കുറച്ച് തിരികൾ വലുതായിട്ട് ഇല വലുതായിട്ട് ആകുമ്പോൾ നമ്മൾ ഈ പ്ലാസ്റ്റിക് കഴിച്ച് കളയണം. അല്ലെങ്കിൽ ഈ തണ്ട്
ഇതിന് വണ്ണം വെക്കാൻ കഴിയില്ല. അപ്പോൾ തണ്ട് അയച്ചു കഴിഞ്ഞിട്ട് ഇതിനെ അധികം വെയിൽ കൊള്ളാൻ പാടില്ല. പിന്നെ ഇതിന് വെള്ളം കൊടുക്കണം ദിവസം, ഇല്ലെങ്കിൽ ഇത് വാടിപ്പോവും. 1.5 വർഷമാ ഇപ്പോൾ 2 വർഷമായിട്ടില്ല. റെഡി ഉണ്ട്, ഇത് 1000 തൈ ഉണ്ട് ഏകദേശം. അപ്പുറം കൊണ്ടുപോയി പിന്നെ ഇതിനെക്കാട്ടി കുരുമുളക് ഉണ്ട്, ഞാൻ കുറെ പറിച്ചു.